ബീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. ഹോട്ടലിലെ തർക്കം തീർക്കാൻ SI പണം ആവശ്യപ്പെട്ടുവെന്ന് ഹോട്ടൽ ഉടമ. SI പെരുമാറിയത് മാനസിക രോഗിയെ പോലെ. നിയമ പോരാട്ടം തുടങ്ങിയപ്പോൾ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും KP ഹൗസ് വൈഫ്. ബീഹാറിന് പിന്നാലെ രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സാധ്യത അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ബുധനാഴ്ച ചേരുന്ന യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. ചരക്ക് സേവന നികുതി പരിഷ്കരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ. നാളെ വിവിധ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് ധനമന്ത്രാലയം. നടപടി വസ്ത്ര, ഇൻഷുറൻസ് മേഖലകളിലുള്ളവർ പരാതി ഉന്നയിച്ചതോടെ. അമീബ മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരം. മലപ്പുറം സ്വദേശികളായ 2 പേരും വെന്റിലേറ്ററിൽ. രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് 12 പേർ. ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്ര സ്മരണകളിൽ ഇന്ന് ജയന്തി. നാടെങ്ങും ഗുരുജയന്തി ആഘോഷവും റാലികളും നടക്കും. ചെമ്പഴന്തിയിൽ ജയന്തി ആഘോഷം മുഖ്യമന്ത്രിയും വർക്കല ശിവഗിരിയിൽ ഗവർണറും ഉദ്ഘാടനം ചെയ്യും. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി 74ാം പിറന്നാളിന്റെ ദിനത്തിൽ ആശംസകളുമായി സിനിമാ ലോകവും ആരാധകരും. വിശ്രമം പൂർത്തിയാക്കി താരം മടങ്ങിയെത്തുന്ന ആവേശത്തിൽ ആരാധകർ. അമേരിക്കൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നിലനിർത്തി അരീന സബലേങ്ക. ഫൈനലിൽ അമാൻഡ അനിസിമോവയെ തോൽപ്പിച്ചു. ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. പുരുഷ സിംഗിൾസ് ഫൈനലിൽ കാർലോസ് അൽക്കാരസ് യാനിക് സിന്നർ പോരാട്ടം ഇന്ന്.